യൂണിയനിൽ ചേർന്നതോടെ ബാക്കുവിനെ കാണാതായി. ഹ്യൂമൻ പറഞ്ഞതിനനുസരിച്ച് ആ മോട്ടോർ സൈക്കിൾ ഗോഡൌണിൽ പോയാൽ ബാക്കുവിനെ കാണാമെന്ന കാര്യം ഗോട്ടകം ജൂൺടയും ഹീറോയോട് പറഞ്ഞു. എന്നിട്ട് എന്തിനാ ഫൈറ്റ് ചെയ്യാനോ? ഇപ്പൊ ഇതൊന്നും വേണ്ട, എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അവരോട് ആ പ്ലാൻ പോലും പറഞ്ഞില്ല. ഹീറോ നേരെ പോയത് മറ്റേ ആ സങ്കേതത്തിലേക്കാണ്. ഒറ്റക്ക് വന്നിട്ട് നാബേക്ചൻ എവിടെയെന്ന് ചോദിച്ചു. അതേട്ട ഒരുത്തനും ബാക്കി 2 ലീഡേഴ്സ് ഇല്ലേ അവരുടെ അടുത്തും ഇതാണ് സൂഞ്ചയെ അടിച്ചവൻ എന്ന് പറഞ്ഞു. ഏത് ഇവനോ? കാണാൻ തന്നെ ഒരു പൊട്ടനെ പോലെയുണ്ടല്ലോ. നിനക്കെന്താ നാബേക്ചനോട് പറയാനുള്ളത്? ഹീറോയും അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് വെയിറ്റ് ആക്കി, അവൻ ഇപ്പോ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. എന്നാൽ വേറൊരു സൈഡിൽ ഹീറോ പോകേണ്ട എന്ന് പറഞ്ഞിട്ടും ഗോട്ടക്കും ജൂൺടയും ആ മോട്ടോർ സൈക്കിൾ ഗോഡൌൺ തപ്പി ഇറങ്ങിയിരുന്നു. കിട്ടിയ അഡ്രസ് എല്ലാം വെച്ച് അത് തപ്പി കണ്ടുപിടിച്ചു. പോയാൽ അവിടെ ഒരാളെ പോലും കാണാനില്ല. ബാക്കു ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് അവനെ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഗോട്ടക്കും ജൂൺടയും അവനെ കാത്തു നിൽക്കാൻ തുടങ്ങി. എന്നാൽ നാബേക്ചൻ പറഞ്ഞതിനനുസരിച്ച് ബാക്കു ആ ലക്ഷറി ബൈക്ക് മോഷ്ടിക്കാൻ എത്തിയിരുന്നു. ഓണർ വന്ന് പാർക്ക് ചെയ്തതും ആരും കാണാതെ അത് തള്ളി കൊണ്ടുവരാൻ തുടങ്ങി. ഗോട്ടക്കും ബാക്കുവിനെ കാണാതെ അവനെ കോൾ ചെയ്യാൻ തുടങ്ങി. ഫോൺ എടുക്കുന്നത് പോലുമില്ല. രാവിലെ അവിടെ ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ആ ദേഷ്യത്തിൽ ആ ഡോറിൽ പോയി തട്ടാൻ തുടങ്ങി. അവിടെയുള്ള രേഖകൾ കിട്ടിയാൽ സുഖമായിട്ട് യൂണിയനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു. ഹീറോ ഇപ്പോഴും നാബേക്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മെയിൻ വില്ലനും കോൾ വന്നു. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടിപ്പോയി. ഗോട്ടക്കും ജൂൺടയും ആ ഗോഡൌണിന്റെ അകത്ത് കയറി നോക്കിയാൽ അതിനകത്ത് ഫുള്ള് മോഷ്ടിച്ചു കൊണ്ടുവന്ന ബൈക്കുകളാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ ക്രൈം റെക്കോർഡ്സ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി അവരും തിരയാൻ തുടങ്ങി. ഹീറോ ഇപ്പൊ നാബേക്ചിനെ നേരിൽ കണ്ടു. നീ എന്താ വിചാരിച്ചത്? ബാക്കുവിന് നിന്റെ സീക്രറ്റ്സ് എല്ലാം അറിയുന്നത് കൊണ്ടാണോ ഞാൻ അവനെ യൂണിയനിൽ ചേർത്തത്? ഹീറോയും അതല്ല കാരണം. ബാക്കുവിന് നിന്റെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ടാണ് നീ അവനെ ഭീഷണിപ്പെടുത്തി അവനെ കൂടെ തന്നെ നിർത്താൻ നോക്കിയത്. കൂടാതെ അവൻ മാത്രമാണ് നിനക്ക് ആകെയുള്ള ഫ്രണ്ട്. പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ബാക്കു നിന്നെ നല്ലൊരു ഫ്രണ്ടായി കാണുമോ എന്ന് ചോദിച്ചു. ഇതിന് അവനക്ക് ഒരു മറുപടിയും പറയാനില്ല. പകരം ഗോട്ടകം ജൂൺടയും ഗോഡൌണിൽ കയറിയിരുന്നില്ലേ, അതിന്റെ CCTV വിഷ്വൽസ് അവന് കാണിച്ചിട്ട് ഞാൻ നേരത്തെ എന്റെ പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട ഹീറോയും അവരെ രക്ഷിക്കാൻ വേണ്ടി എണീച്ചതും നാബേക്ചൻ മുമ്പിൽ വന്നു നിന്നു. കഴിഞ്ഞ പ്രാവശ്യം ബാക്കു ആണ് നിങ്ങളെ അടക്കം സേവ് ചെയ്തത്, അതേപോലെ നിനക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് തന്നെ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഹീറോയും ഒരു പെന്ന് വെച്ച് കുത്താൻ നിന്നതും നാബേക്ചൻ അത് തടഞ്ഞു. പെട്ടെന്ന് ബാക്കു അവിടേക്ക് വന്നു. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ഹീറോയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഹീറോയും ഗോട്ടക്കും ജൂൺടയും ഞാൻ പോയണ്ട എന്ന് പറഞ്ഞിട്ടും ആ ഗോഡൌണിൽ പോയി കയറിയിട്ടുണ്ട്. അവരുടെ പിന്നാലെ നാബേക്ചനും അവന്റെ ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.